നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒക്കെയാണ് നിങ്ങളുടെ മെയിൻ ഇൻകം സോഴ്സ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു പണിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതൊന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഒരു യൂട്യൂബ് അക്കൗണ്ടിന്റെ മെയിൽ ഐ ഡിയിലേക്ക് വന്നൊരു മെയിലാണ്. വി ഹാവ് റിസീവ്ഡ് എ ട്രേഡ് മാർക്ക് കംപ്ലയിന്റ് ഫ്രം വാട്സ്ആപ്പ്. അതായത് വാട്സ്ആപ്പിന്റെ സൈഡിൽ നിന്ന് എൻ്റെ ആ ഒരു വീഡിയോയിലേക്ക് ഒരു ട്രേഡ് മാർക്ക് കംപ്ലയിന്റ് വന്നു. അതിന്റെ കാരണത്താൽ ആ വീഡിയോ യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ യൂട്യൂബ് ആ വീഡിയോ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഈ മെയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ എനിക്ക് ഇത് സ്ട്രൈക്ക് ആയിട്ട് ചാനലിൽ വന്നിട്ടില്ല. പക്ഷെങ്കിൽ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ 2-3 ട്രേഡ് മാർക്ക് ഇഷ്യൂസ് വന്ന സമയത്ത് അത് സ്ട്രൈക്ക് ആയിട്ട് മാറുകയും അത് ട്രേഡ് മാർക്ക് മാത്രമല്ലായിരുന്നു, മറ്റു പല ഇഷ്യൂസ് കൂടെ ഒക്കെ വെച്ചുകൊണ്ടാണ് അത് വന്നത്. ബട്ട് ഞാൻ അത് അപ്പീൽ ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ആകുകയും ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് പോളിസി വയലേഷൻ ആണ്. ഇവിടെ ഞാൻ പിങ്ക് വാട്സ്ആപ്പ് അതേപോലെ തന്നെ GB വാട്സ്ആപ്പിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതായത് ഇങ്ങനെയുള്ള വാട്സ്ആപ്പ് ഒന്നും ഉപയോഗിക്കരുതെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു വാട്സ്ആപ്പ് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. അവരുടെ ലോഗോ, അതായത് ട്രേഡ് മാർക്ക് പോളിസി എന്ന് പറയുന്നത് അവർ മെയിൻ ആയിട്ട് ഈ ലോഗോ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു പോളിസിക്കുള്ളിൽ വരുന്നത്. അപ്പൊ അവരുടെ ലോഗോ ഞാൻ മിസ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു 4-5 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അതിനാണ് ഇപ്പൊ ഈ പണി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ മുമ്പ് വന്ന കേസിലും ഞാൻ അപ്പീൽ ചെയ്ത് അവർക്കത് മനസ്സിലായി. അവർ ആ ട്രേഡ് മാർക്ക് പോളിസി മാറ്റുകയും പിന്നെ നമ്മുടെ ആ വീഡിയോ റീ ഇനിഷ്യേറ്റ് ചെയ്ത് തരികയും ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഇതിലും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് ഒരു ചെറിയ കേസാണ്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് സ്ട്രൈക്ക് ആകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസ് ചാനലിൽ വരാത്തത് കൊണ്ടും ഇതിനെ നമുക്ക് അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ബട്ട് ഇങ്ങനെയല്ല മിക്ക കേസുകളും വരുന്നത്, വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതായത് ഒരു നോട്ടിഫിക്കേഷൻ പോലും തരാതെ നമ്മളുടെ ചാനൽ വരെ യൂട്യൂബ് ഇപ്പം ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ചാനലുകൾ പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസിനെ കുറിച്ചും അതേപോലെ തന്നെ കോപ്പിറൈറ്റിനെ കുറിച്ചുമാണ് പറയാനായിട്ട് പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ ഒക്കെ കൊടുത്തേക്കാൻ, നിങ്ങൾ ആ വീഡിയോ മറക്കാവുന്ന കണ്ടു നോക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്താണെന്നും അതേപോലെ കോപ്പിറൈറ്റ് പോളിസി എന്താണെന്നും പറയാം. പലർക്കും ഇത് തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്, ഇതെന്താണ് ഈ പോളിസീസ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പം എളുപ്പത്തിൽ പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മൾ ആരെങ്കിലും കണ്ടന്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കിട്ട് തരുന്നതാണ് ഈ കോപ്പിറൈറ്റ് പോളിസി. നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലേക്ക് വരുന്നതാണ് ഈ കോപ്പിറൈറ്റ് പോളിസി. കമ്മ്യൂണിറ്റിയിൽ ഗൈഡ് ലൈൻ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ തന്നെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി പ്രോപ്പർ ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് അവർ ഓരോ കാര്യത്തിലും ഓരോ പോളിസീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു വീഡിയോ ഇടുമ്പോൾ അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻ ഉള്ളിൽ നിന്നുകൊണ്ട് വീഡിയോ ഇടുക. മനസ്സിലായി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റിയെ സ്പ്രെഡ് ചെയ്യാനൊന്നും അവർ സമ്മതിക്കത്തില്ല. അപ്പൊ ഇതിനെല്ലാം ഓരോ പോളിസീസ് ഉണ്ട്. അപ്പൊ ഈ പോളിസീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് വയലേറ്റ് ചെയ്യുന്ന എന്ത് കണ്ടിട്ടാലും ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ് പറഞ്ഞുകൊണ്ട് അവർ സ്ട്രൈക്ക് ആയിട്ടൊക്കെ നമ്മുടെ ചാനലിൽ തരും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസി തരുന്നത് അല്ലെങ്കിൽ ആ സ്ട്രൈക്ക് തരുന്നത് യൂട്യൂബ് ആണ്. കോപ്പിറൈറ്റ് തരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ കണ്ടന്റുകൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ട്രേഡ് മാർക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിലായിരിക്കും നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇനി കോപ്പിറൈറ്റ് ഏതൊക്കെ കേസുകളിൽ കിട്ടുമെന്ന് കൂടെ പറഞ്ഞുതരാം. ഒരു കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക്, അതായത് ലോഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് മാർക്ക് പോളിസിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ട്രേഡ് മാർക്ക് സ്ട്രൈക്ക് വരാം, അല്ലെങ്കിൽ ഇതേപോലെ കണ്ടന്റുകൾ ഡിലീറ്റ് ആയി പോകാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം കാണും, നമ്മളിപ്പോൾ ഒരു ലോഗോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതേപോലെ ട്രേഡ് മാർക്ക് പോളിസിക്കുള്ളിൽ വന്നുകൊണ്ട് ഇതേപോലെ കണ്ടന്റ് റിമൂവ് ആയി പോകുന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ കേസിലും അങ്ങനെ ആകത്തില്ല. നമ്മൾ ഏത് കമ്പനിയുടെ ലോഗോ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് അതൊരു ബൂസ്റ്റാണ്, ഒരു പ്രൊമോഷനാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രൊമോഷനാണ്. ബട്ട് ആ ഒരു കമ്പനി, ഏത് കമ്പനി ആയിക്കോട്ടെ, അവരെ നമ്മൾ ചെളിവാരി തേക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവരുടെ ലോഗോയും കാണിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതേപോലുള്ള ട്രേഡ് മാർക്ക് പോളിസി വയലേഷൻ എന്ന് പറഞ്ഞുള്ള സ്ട്രൈക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് ചില കേസുകളിൽ ഞാനിപ്പോൾ കാണിച്ച എനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു ട്രേഡ് മാർക്ക് ഇഷ്യൂവിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്കിലി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആ ഒരു കമ്പനി ഒരു രീതിയിലും ആ ഒരു വീഡിയോയ്ക്കകത്തിൽ താഴ്ത്തി കെട്ടാനായിട്ട് നോക്കിയിട്ടില്ല. ബട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ്. ബട്ട് ചില കേസുകളിൽ ഇതേപോലെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് പറഞ്ഞാലും അഴുക്ക് പറഞ്ഞാലും ഇതേപോലെ ട്രേഡ് മാർക്ക് ഇഷ്യൂ വരാറുണ്ട്. അങ്ങനെ ഒരു മിസ്റ്റേക്കിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്തുകൊണ്ട് അത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കോപ്പിറൈറ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആരുടെയെങ്കിലും വീഡിയോ കണ്ടന്റുകൾ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ കോപ്പി ചെയ്തോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാനുള്ള റൈറ്റ് കോപ്പിറൈറ്റ് ഓർഡറിനുണ്ട്. അപ്പോൾ അത് പലരുടെയും വിചാരം 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 5 സെക്കൻഡ് ഒക്കെ ഒരു കണ്ടന്റ് ഒരാളുടെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോപ്പിറൈറ്റ് കിട്ടത്തില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും, അതായത് 2 സെക്കൻഡ് ആണെങ്കിൽ പോലും മറ്റൊരാൾ
മറ്റൊരാളുടെ കണ്ടന്റ് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഓണറിനെ സ്ട്രൈക്ക് തരാനായിട്ട് സാധിക്കും. കോപ്പിറൈറ്റ് കണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ചെറിയ രീതിയിൽ, അത് ഈ ഫെയർ യൂസർ പോളിസിക്കുള്ളിൽ നിന്നുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഫെയർ യൂസർ പോളിസിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ കണ്ടന്റ് യൂസ് ചെയ്തോണമെന്നുണ്ടെങ്കിൽ അതിനും കുറച്ച് നിയമങ്ങളുണ്ട്, അത് പഠിച്ചിരിക്കണം. അല്ലാതെ ചുമ്മാ എവിടെ നിന്നെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് നമ്മളുടെ വീഡിയോയിൽ ഉപയോഗിച്ച് അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നുണ്ട് ഇത് ഫെയർ യൂസ് കണ്ടന്റ് പോളിസിക്കുള്ളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കായും വരത്തില്ല. ഈ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനം നമ്മൾ അത് പരിഹരിക്കപ്പെടുന്നില്ല, യൂട്യൂബിന്റെ ആ ഒരു ഇടനിലയിൽ അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പിന്നെ ഇത് കോടതിയിലേക്കാണ് പോകുന്നത്, കേസായിട്ട് മാറും. പിന്നെ അവിടെയാണ് ഈ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അത് ഒരു കേസാണ്, നമ്മൾ ഡയറക്റ്റ് ഒരു കണ്ടന്റ് യൂസ് ചെയ്ത് അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ, യൂട്യൂബിന്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്, വീഡിയോകളിലെ തമ്പനെയിലൊക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ തമ്പനെയിൽ നമ്മൾ അതേപോലെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ചാൽ ഇതിനൊക്കെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. പലരും വിചാരം തമ്പനെയിൽ വേറൊരാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ കണ്ടന്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടത്തില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, തമ്പനെയിലിന് പോലും സ്ട്രൈക്കുകൾ കിട്ടും. പിന്നെ കോപ്പിറൈറ്റിലെ മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി കംപ്ലൈന്റ്. അതായത് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ അവരുടെ ID കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ അറിഞ്ഞോ അറിയാതെയോ കാണിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട പോളിസി വയലേഷൻ ആണ്. അങ്ങനെ സ്ട്രൈക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ സ്ട്രൈക്ക് അപ്ലൈ ആകാനായിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ കിട്ടും. അതായത് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 48 അവേഴ്സിനുള്ളിൽ നമുക്ക് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്കിൽ കാണിച്ചിട്ടുള്ള മൊബൈൽ നമ്പറോ ID കാർഡോ ഒക്കെ ബ്ലർ ചെയ്ത് അത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് നമുക്കത് സ്ട്രൈക്ക് ആയിട്ടൊക്കെ നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് ഈ കോപ്പിറൈറ്റിലുള്ളത്. ഇനി കമ്മ്യൂണിറ്റി ഗൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ എല്ലാം പ്രശ്നങ്ങളാണ്. നമ്മൾ എന്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്താലും അതിന്റെ ഒരു ചെറിയ പ്രശ്നം കാരണം വരെ നമ്മുടെ ചാനലിലേക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷന്, അതേപോലെ തന്നെ അതിന്റെ തമ്പനെയിൽ, ആ വീഡിയോയ്ക്കുള്ളിലെ കണ്ടന്റുകൾ, അതേപോലെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നു അതിലൊക്കെ തന്നെ പോളിസി അപ്ലൈ ആണ്. അപ്പം ഈ പോളിസീസ് എന്തെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അവിടെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് പിന്നെ നമ്മുടെ ചാനലിന്റെ എബോർഡ് സെക്ഷനിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും സ്ട്രൈക്ക് കിട്ടും. അതേപോലെ കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും സ്ട്രൈക്ക് കിട്ടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ലിങ്കുകൾ അത് ഏതെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ലിങ്ക് കൊടുക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് വെപ്പൺസ് സെല് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ മയക്കുമരുന്ന് സെല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ ലിങ്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ആണ്. സ്പോട്ടിൽ തന്നെ ചിലപ്പം പണി കിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടിക്കോളും. അപ്പൊ അങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ പരിപാടി പോകുന്നത്. ചില കേസുകളിൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കാണിച്ചല്ലോ, അത് ഏകദേശം 5 വർഷം 4 വർഷം മുമ്പത്തെ വീഡിയോ ആണ്. ഈ 4 വർഷവും ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനോ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് പോളിസീസോ ഒന്നും അതിൽ വന്നില്ല, ഇപ്പോഴാണ് വരുന്നത്. നമ്മൾ പണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ചെക്ക് ചെയ്ത് നോക്കണം ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും വയലേഷൻസും ചെയ്തിട്ടുണ്ടോ എന്ന്. ഒരുപക്ഷെ 4 വർഷം മുമ്പ് യൂട്യൂബിന് ഈ പോളിസീസ് ഒന്നും ഉണ്ടായിരുന്നിരിക്കത്തില്ല, ഇപ്പം പോളിസീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും അപ്ലൈ ആവുന്നത്. അത് അപ്ലൈ ആകുമ്പോൾ നമ്മൾ 4 വർഷം മുമ്പ് ഈ പോളിസീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇട്ട വീഡിയോയ്ക്കും പണി ഇപ്പം കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. പല യൂട്യൂബേഴ്സിന്റെയും ചാനലുകൾ ഇപ്പം ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട്, ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. ഒരു കാര്യവും പറയാതെ നേരെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഈ കഴിഞ്ഞിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു ഏണിംഗ് ചാനലാണ്. അപ്പൊ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഒന്നും ഒരു സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു, പക്ഷേ ചാനൽ ടെർമിനേറ്റ് ആയി പോയത്, ഡിലീറ്റ് ആയി പോയത്. അപ്പൊ അതെന്തോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പം ആ ഒരു കേസ് എങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാം. അതായത് ഒരു കാര്യവും നോട്ടിഫിക്കേഷൻ പോലും തരാതെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയലേഷൻസ് നമ്മുടെ വീഡിയോയിൽ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു 5-6 വീഡിയോയിൽ യൂട്യൂബിന്റെ പോളിസി വയലേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കേസിൽ യൂട്യൂബ് പിന്നെ കണ്ണു അടച്ച് ഒറ്റയടിക്ക് അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. 1, 2, 3 എന്നും പറഞ്ഞ് സ്ട്രൈക്ക് തരുമോ ഒന്നും ചെയ്തില്ല, നേരെ ടെർമിനേഷൻ ആണ്. മൾട്ടിപ്പിൾ വയലേഷൻസ് നമ്മുടെ വീഡിയോകളിൽ ഉണ്ടെങ്കിൽ ഈ മൾട്ടിപ്പിൾ വയലേഷൻ യൂട്യൂബ് ഒരേ സമയത്ത് അത് ഡിറ്റക്ട് ചെയ്യപ്പെട്ടാലാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. മനസ്സിലായി? ഇനി ഒരു വയലേഷനോ 2 വയലേഷനോ ഒക്കെ ആണെങ്കിൽ 1-2 സ്ട്രൈക്ക് ഒക്കെ തന്നിട്ട് നമുക്കത് അറിയിക്കാനും നമുക്കത് മനസ്സിലാക്കാനും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ആക്ട് ചെയ്യണമെങ്കിലും അതിനുള്ള ഒരു ടൈം തരാറുണ്ട്. ബട്ട് മൾട്ടിപ്പിൾ വയലേഷൻസ് മൾട്ടിപ്പിൾ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ടെർമിനേഷൻ ആയിരിക്കും. മനസ്സിലായി? അപ്പൊ അത് പല ആളുകളുടെയും ചാനൽ അങ്ങനെ പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ചാനൽ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ കാരണം ഇതാണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ വീഡിയോകളിൽ ഉള്ളതാണ്. അപ്പം നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചോളുക. ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷൻ എല്ലാ സംഭവങ്ങളും നോക്കിക്കോളുക. അവിടെയൊന്നും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാതെ നോക്കുക. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം പഴയ വീഡിയോകളൊന്നും ഇട്ട സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലായിരുന്നു. ഒരു 8 വർഷം 9 വർഷം മുമ്പത്തേക്ക് വീഡിയോയിൽ അന്ന് ഈ പോളിസീസിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ ആ സമയത്തിട്ട പല വീഡിയോകളും ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ കണ്ണിപ്പെടാത്ത വീഡിയോകൾ ഉണ്ടെങ്കിൽ അതിനായിരിക്കും ചിലപ്പം വർഷങ്ങൾക്ക് ശേഷം സ്ട്രൈക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ മറക്കാൻ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ചാനലാണെങ്കിൽ പോലും അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരൊന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അവരുടെ ചാനൽ വളർന്ന് വലിയൊരു ചാനലായിട്ട് അല്ലെങ്കിൽ കുറേ പേര് അറിയപ്പെടുന്ന ഒരു ചാനലായിട്ട് മാറാം. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചെറിയ ചാനലാണ്, അതിൽ എന്ത് കണ്ടന്റ് ഇടാം എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എപ്പോഴാണ് തലവരെ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ചാനൽ സക്സസ് ആയി പോവാം. അപ്പോൾ ഈ പഴയ വീഡിയോകളും പണ്ടിട്ട കാര്യങ്ങളും ഒക്കെ അവർ മറന്നുപോകും. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ വയലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് എത്ര ലെവലിലേക്ക് എത്തിയ ചാനലാണെങ്കിലും യൂട്യൂബ് അടിച്ചു കളയും. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് എല്ലാവരും പുതിയ ചാനലുകൾ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് നിങ്ങളുടെ ചാനൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.